കാണുന്ന നോട്ട്സ് ഒക്കെ എഴുതി വെക്കാൻ തുടങ്ങി. അത് തന്നെ എയ്സ്ഡ്, അത് തന്നെയാണ് കോഡ്. അതിനകത്ത് കയറിയാൽ മതി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. Good morning, ma'am. Good morning, ma'am. ഗുഡ് മോർണിംഗ്. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഞാൻ ഫസ്റ്റ് ആണ് നിങ്ങളുടെ ക്ലാസ്സിൽ കയറുന്നത്. നമ്മള് എന്താ പറയാ, ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ടീച്ചേഴ്സ് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് ചാപ്റ്റർ 20 ആണ്, ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ബ്ലഡ് ബാങ്ക്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്താ പറയാ, ഇവിടെ ഓഫീസിലൊക്കെ ആണെങ്കിലും ഒരുപാട് കുട്ടികൾ വിളിച്ച് കംപ്ലൈന്റ് പറയുന്നുണ്ട്. നിങ്ങളിത് മ്യൂട്ട് ആക്കി വെക്കണം. അത് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നിർബന്ധമായിട്ട് പറഞ്ഞതാണ്. നിഷാൻ മ്യൂട്ട് ചെയ്തേ. നിഷാൻ DK. നിഷാൻ നിഷാൻ കേൾക്കുന്നുണ്ടോ? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. നമ്മുടെ ആരുടെയെങ്കിലും ഇവിടെ അൺമ്യൂട്ട് ആയി കിടക്കുകയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ, പറയാം. അൺമ്യൂട്ട് ആയി കിടക്കുകയാണെങ്കിൽ ക്ലാസ്സിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. നമുക്ക് ക്ലിയർ ആവണമെന്നില്ല. അപ്പൊ നമ്മൾ തീരെ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ. നമ്മള് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തൊട്ട് പറയുന്നതാണ്. ഇത്രയും ബാച്ചുകൾ ഞങ്ങൾക്ക് പോയിട്ടും ഇതുവരെയും ഇങ്ങനെ ഒരു പ്രശ്നം ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചില കുട്ടികൾ ഓൾറെഡി നമ്മൾ പറയുമ്പോൾ അവർക്കറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരാൾക്കിടെ അൺമ്യൂട്ട് ആയി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. എന്ന് പറയാം, ഇത്രയും ക്ലാസ്സുകൾ ഇപ്പൊ ഞങ്ങൾ ഒരുപാട് ബാച്ചുകളായി ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പൊ ഇതിലൊക്കെ എല്ലാവരും ഓൾറെഡി അവർക്കറിയാം. അതുകൊണ്ട് തന്നെ മ്യൂട്ട് ചെയ്ത് വെക്കുക. നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ക്ലാസ്സിൽ ഉണ്ടാവാറില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ കുറച്ച് ഇപ്പൊ 128 കുട്ടികളെ ലൈവില് കയറിയിട്ടുള്ളൂ. നിഷാൻ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേ. നിഷാന് കേൾക്കാൻ പറ്റില്ലേ? ഓണാക്കി വെച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. ഓക്കെ, ഞാനിപ്പോ തൽക്കാലത്തേക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് മ്യൂട്ട് ചെയ്തേക്കുവാണ്. ശ്രദ്ധിക്കാം. നമുക്ക് ഇത്രയും ബാച്ചുകൾ, ഇപ്പൊ ഒരുപാട് ബാച്ചുകളായി നമ്മൾ ഇങ്ങനെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുക. ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാൽ കുട്ടികൾക്ക് അറിയാം നമ്മൾ മ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മള് എന്താ പറയാ 6 മാസത്തെ ഒരു കോഴ്സാണ്. ഇതൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തന്നതാണ്. നമ്മുടെ ഒരു ആവശ്യമാണ് ഇത് പഠിക്കാന്നുള്ളത്. അപ്പൊ എന്താ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ മ്യൂട്ട് ചെയ്യാന്നാണ് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. പക്ഷെ നമുക്ക് ആകെ 1 മണിക്കൂറേ നമുക്ക് ക്ലാസ് കിട്ടുള്ളൂ. പിന്നെ ഒന്നാമത്തെ ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പലർക്കും റേഞ്ചും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇവിടെ അൺമ്യൂട്ട് ചെയ്ത് ഇങ്ങനെ കിടക്കുമ്പോഴും ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ആവും. പിന്നെന്ന് പറഞ്ഞാൽ ഇത്രയും നാള് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇവിടുന്ന് ഓൾ മ്യൂട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഓക്കെ, ആ ഒരു ക്ലാസ് നമുക്ക് എല്ലാവർക്കും ഓൾ മ്യൂട്ട് ചെയ്ത് ഞാൻ വൺവേ ഇങ്ങനെ പറയുന്നത് അതിന്റെ ഒരു ക്ലാസ് നമുക്ക് എത്രത്തോളം ആവും അറിയില്ല. പക്ഷെ ഇന്നലെ ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ തന്നു. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇവിടെ ഓൾ മ്യൂട്ട് ചെയ്ത് വയ്ക്കുക. കുറച്ച് ടോപ്പിക് എടുത്തതിന് ശേഷം മാത്രം ആ മ്യൂട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും സംശയവും കാര്യങ്ങളും ഉണ്ടോ, ക്ലിയർ ആവുന്നില്ലേ, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇത് കേൾക്കാന് കുറച്ച് സമയം തരാനുള്ള ഒരു ഇതായി ഇന്നലെ തുടങ്ങി ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്. ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കേണ്ടി വന്നിട്ടില്ല. എന്നുവെച്ചാൽ ഓൾറെഡി മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ എല്ലാവരും അത് മ്യൂട്ട് ചെയ്തിരിക്കും.
പിന്നെ എന്തെങ്കിലും നമുക്ക് ഓരോന്നും കഴിഞ്ഞ് എല്ലാവരെ കൊണ്ടൊക്കെ ഒന്ന് റീഡ് ചെയ്ത് ക്ലിയർ ആയതിനു ശേഷം മാത്രമേ നമ്മൾ നെക്സ്റ്റ് ആ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. അങ്ങനെ ഇതുവരെ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പൊ ഞങ്ങൾക്കും അതാണ് ഇഷ്ടം. ഓരോന്ന് പഠിക്കുമ്പോൾ അപ്പൊ തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മ്യൂട്ട് മാറ്റി നമ്മളോട് ചോദിച്ചു, അത് ക്ലിയർ ചെയ്തു, അതെല്ലാവർക്കും ക്ലിയർ ആയി. അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ എനിക്കിങ്ങനെ ഒരു എന്താ പറയാ, ഇവിടുന്ന് ഓഫീസിൽ നിന്ന് നമുക്ക് തന്നേക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് എല്ലാവരുടെയും മ്യൂട്ട് ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ, ഇനി എന്റെ പേര് രമ്യ എന്നാണ്. രമ്യ. ഓക്കെ, ഇനി നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയോ? യെസ് മാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മളെ ചിലപ്പോ ഇതിനകത്ത് സ്ക്രീനിൽ നോക്കുമ്പോ ഇവിടെ അൺമ്യൂട്ട് ആയി കിടക്കുന്നവർക്കിടെ ആണെങ്കിൽ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിന്റെ ബാക്ക് അല്ലാതെ ഇപ്പോൾ മ്യൂട്ട് മാറിക്കിടന്നാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നിങ്ങളൊന്ന് മ്യൂട്ട് മാറ്റിയിട്ട് ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ പോലും നമുക്കത് ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ആയിരിക്കും. അത് ഈ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലഡ് ബാങ്ക് ആണ്. നിങ്ങള് ഹോസ്പിറ്റലില് നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റ് നിങ്ങൾക്ക് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് നിഷ് ടീച്ചർ തുടങ്ങിയോ? നിഷ് ടീച്ചറാണ് വന്നത്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തു. ആ ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ വരുന്ന ഒരു ഹോസ്പിറ്റലിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്? ബ്ലഡ് ബാങ്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാനൊന്ന് ഇവിടെ നിങ്ങളുടെ ഇതൊന്ന് മ്യൂട്ട് ചെയ്യാണ്. ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അവിടെ നമുക്കറിയാം, നിങ്ങൾ മിക്കവാറും തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ബ്ലഡ് ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ബ്ലഡ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ബാങ്ക് ഒക്കെ നമ്മളെല്ലാവരും കണ്ടിട്ട് കേട്ടിട്ടൊക്കെ ഉണ്ടാവും ഇത് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് അത് കുറച്ച് ഇൻട്രൊഡക്ഷനിലേക്ക് ഞാൻ വരുന്നില്ല. അതിന് മുന്നേ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ എന്താ? ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ വെറുതെ ബ്ലഡ് കളക്ട് ചെയ്യുകയല്ല. ബ്ലഡ് കളക്ട് ചെയ്യുന്നതിന് മുന്നേ, അപ്പൊ ഡൊണേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഡോണർ, ഇപ്പൊ എനിക്ക് ബ്ലഡ് കൊടുക്കണം, ഞാനപ്പോ ഡോണർ ആണ്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ഡോണർ എന്ന് പറയുന്നത്. DONOR, ഡോണർ. DONOR, ഡോണർ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ഡോണർ. അപ്പൊ ഈ ഡോണറിന്റെ അടുത്ത് നിന്ന് ബ്ലഡ് അവര് കളക്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് പ്രിലിമിനേഷൻ ചെക്കപ്പുകൾ നടത്തും. പ്രീ ഡൊണേഷൻ ചെക്കപ്പുകൾ, പ്രിലിമിനറി ടെസ്റ്റുകൾ അല്ലെങ്കിൽ പ്രീ ഡൊണേഷൻ ചെക്കപ്പ് നടത്തും. നമുക്കിപ്പോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡി അതിന് ഫിറ്റ് ആണോ, നമ്മുടെ മെന്റലി ഫിസിക്കലി സ്ട്രോങ് ആണോ, നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കൊടുക്കാൻ ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടോ, പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ, എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ, എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോ ഈ ബ്ലഡ് ഞാൻ പറഞ്ഞ ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് അത് ആന്റികോയാഗുലന്റ് എന്ന് പറയുന്ന ഒരു ഡ്രഗുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബ്ലഡ് ഒരു ബ്ലഡ് ബാഗിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആന്റികോയാഗുലന്റ്, ANTICOYAGULANT, ആന്റികോയാഗുലന്റ്. അതെന്താ ആന്റികോയാഗുലന്റ് എന്ന് പറയുന്നത്? ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രഗ് ആണ്. എക്സാമ്പിൾ ആയിട്ട് ഹെപ്പാരിൻ പറയാം, ഒരു ആന്റികോയാഗുലന്റ് ആണ്. അപ്പൊ ഈ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ സഹായിക്കുന്ന ഡ്രഗുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാഗില് അവര് ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ക്ലിയർ അല്ലേ? ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ ക്ലോട്ട് ആയി പോകും അല്ലെ? അപ്പൊ ആന്റികോയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാഗിൽ അവര് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി ബ്ലഡ് കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആന്റികോയാഗുലന്റ് എന്ന് പറഞ്ഞ ഡ്രഗ് ആ ബ്ലഡിനോട് കൂടി മിക്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിൽ എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്?
ഏകദേശം നമ്മുടെ ബോഡിയിൽ 5 ലിറ്റർ ബ്ലഡ് ഉള്ളത്, 5 ലിറ്റർ ബ്ലഡ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ, നമുക്ക് കൊടുക്കുമ്പോൾ, ഒന്നുകൂടി പറയണം, നമ്മുടെ ബോഡിയിൽ 5 ലിറ്റർ ബ്ലഡ് ഉള്ളത്. ആകെ 5 ലിറ്റർ ബ്ലഡ് നമ്മുടെ ബോഡിയിലുള്ളത്. ഓക്കെ, അപ്പൊ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രീ ഡൊണേഷൻ ചെക്കപ്പ് ചെയ്യണം. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഏജ് നോക്കും. 18 to 65 അതിന്റെ ഇടയില് 18 മുതൽ 65 വയസ്സിന് ഇടയിലുള്ളവർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവർക്കുടെ വെയിറ്റ് 45 kgക്ക് എബോവിലായിരിക്കണം, 45 കിലോന് മുകളിലായിരിക്കണം അവരുടെ വെയിറ്റ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, മെന്റലി ഫിസിക്കലി അവര് സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടാവണം. കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആരോഗ്യമുള്ള ഒരാൾക്ക് നമുക്ക് 3 മാസത്തിൽ ഒരിക്കലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. 3 മാസത്തിൽ ഒരിക്കലും. അത് മെയിൽസിലും ഫീമെയിൽസിലും കുറച്ച് വ്യത്യാസം വരാം. മെയിൽസിലാണെങ്കിൽ 90 ദിവസം കഴിഞ്ഞിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഫീമെയിൽസിലാണെങ്കിൽ പറയുന്നത് 120 ഡേയ്സ് 120 ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡൊണേഷൻ ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ ഫീമെയിൽസിനും 90 ഡേയ്സ് പറയുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയപ്പോ ആ കുട്ടി ബ്ലഡ് ഡൊണേറ്റ് ചെയ്താന്ന് പറഞ്ഞു, അതിനോട് പറഞ്ഞു 90 ഡേയ്സ് കഴിഞ്ഞിട്ട് ഡൊണേറ്റ് ചെയ്യാന്ന് പറയും. അപ്പൊ ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് നെക്സ്റ്റ് ഡൊണേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും 300 ml ബ്ലഡ് ആണ് നമുക്ക് ഒരു പ്രാവശ്യം നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്നത്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് 300 ml ബ്ലഡ് ആണ് എടുക്കുന്നത്. ഇതൊക്കെ കോമൺ ആയിട്ട് ബ്ലഡ് ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ചാപ്റ്ററിലേക്ക് വന്നിട്ടില്ല കേട്ടോ. ഇനി ഈ ബ്ലഡില് 4 കമ്പോണൻസ് ഉള്ളത്, അത് ഡീറ്റെയിൽ നമുക്ക് പഠിക്കാറുണ്ട്. RBC എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം. RBC, WBC വൈറ്റ് ബ്ലഡ് സെൽ, റെഡ് ബ്ലഡ് സെൽ, പിന്നെ പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഇതിപ്പോ നമ്മൾ നോട്ട് ചെയ്യണമെന്നില്ല, ഡീറ്റെയിൽ നമുക്ക് ഇതിനകത്ത് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ബ്ലഡില് 4 കമ്പോണൻസ് ഉള്ളത് RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഓക്കെ, ബ്ലഡില് 4 കമ്പോണൻസ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഈ 4 കമ്പോണൻസ് അപ്പൊ ബ്ലഡ് അവര് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്ത് സ്റ്റോർ ചെയ്ത് ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഈ ഒരുമിച്ച് സ്റ്റോർ ചെയ്യല്ല ചെയ്തത്. ഈ ബ്ലഡിലുള്ള 4 കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്യും. അതിനൊരു മെഷീൻ ഉണ്ട്, സെൻട്രിഫ്യൂജ് എന്ന് പറയും. സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിൽ ഇട്ടിട്ട് ഈ ബ്ലഡിലെ 4 കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവർ ബ്ലഡ് ബാഗിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ ചിലർക്ക് RBC മാത്രം മതിയാവും, റെഡ് ബ്ലഡ് സെൽസ് ആയിരിക്കും അവർക്ക് കുറവ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്താൽ മതി? RBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതി. ചിലർക്ക് WBCയുടെ കുറവായിരിക്കും, അപ്പൊ അവർക്ക് WBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ബ്ലഡിലെ 4 കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്ത് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിലിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവര് ബ്ലഡ് ബാഗിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബ്ലഡ് കട്ടയാവാതിരിക്കാൻ സഹായിക്കുന്ന ഡ്രഗ് ആണ് ആന്റികൊയാഗുലന്റ്. എക്സാമ്പിൾ പറഞ്ഞു ഹെപ്പാരിൻ. ഓക്കെ, ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ സഹായിക്കുന്ന ഡ്രഗ് ആന്റികൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഡ്രഗുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാഗിൽ സ്റ്റോർ ചെയ്യുന്നത്. അത് ബ്ലഡിലെ ഓരോ കമ്പോണൻസും 4 കമ്പോണൻസ് ഉണ്ട്. ആ 4 കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്ത് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിലിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അത് ഓരോ കമ്പോണൻസും മാറ്റിയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്തുകൊണ്ടാണ്? RBC വേണ്ടവർക്ക് RBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതി. പ്ലേറ്റ്ലെറ്റ് ആണ് ആവശ്യമെങ്കിൽ പ്ലേറ്റ്ലെറ്റ് മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതി. മൊത്തം ബ്ലഡ് ഒരുമിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവരവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിലോ അതിന് മുന്നേ ഓക്കെ നോക്കിയേ, ഇനിയിപ്പം
എന്താ നമ്മളത് ഈ 4 കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്താ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് മുന്നേ പ്രീലിമിനറി ചെക്കപ്പുകള്, പ്രീ ഡൊണേഷൻ ചെക്കപ്പുകൾ നടത്തണം. അത് നമ്മൾ അവർക്ക് ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടോ, അയാള് മെന്റലി ഫിസിക്കലി അയാൾ സ്ട്രോങ് ആണോ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ, വെയിറ്റ് നമ്മൾ പറഞ്ഞു 45 kg മുകളിലായിരിക്കണം, ഏജ് 18 to 65 ഇടയിലായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ കോമൺ ആയിട്ട് പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഈ ബ്ലഡിനെ കുറിച്ചുള്ള പഠനം അതൊന്ന് നോട്ട് ചെയ്യണം. ഹെമറ്റോളജി, സ്റ്റഡി ഓഫ് ബ്ലഡ്, ഹെമറ്റോളജി, HEMATOLOGY, ഹെമറ്റോളജി. അപ്പൊ നിങ്ങള് ചാപ്റ്ററിന്റെ ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഹെഡിങ് കൊടുക്കാം. ചാപ്റ്റർ 20 ബ്ലഡ് ബാങ്ക് ഹെഡിങ് കൊടുക്കാം. ഓക്കെ, ഹെഡിങ് കൊടുത്തോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് ആയിട്ട് അയക്കാം, അല്ലെങ്കിൽ ഒരു തമ്പ് കാണിച്ചാലും മതി. അപ്പൊ നമുക്ക് തമ്മിലുള്ള ആ ഇത് കുറയ്ക്കാമല്ലോ. ചെപ്പോഴും അൺമ്യൂട്ട് ആയി കിടക്കുമ്പോഴേ ക്ലാസ്സിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നുള്ളത് കൊണ്ടാണ്. ഇത് ഫസ്റ്റ് ഇങ്ങനെ എടുക്കുന്നത് ആദ്യത്തെ ക്ലാസ് ആണ് കേട്ടോ. അത് ഞാൻ പറയാം. ഞങ്ങൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത്രയും ബാച്ചുകൾ പോകുന്നത്. പക്ഷെ ഇന്നലെ ഇവിടെ ഓഫീസിലേക്ക് വിളിച്ച് കുറച്ച് കുട്ടികൾ കംപ്ലൈന്റ്സ് പറഞ്ഞു. ഞാൻ റെക്കോർഡ് ക്ലാസ് മാത്രം കേൾക്കുന്നവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഓഫീസിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് അതാണ് സാറ് വന്നിട്ട് ഇങ്ങനെ ഓൾമ്യൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു. സാറ് ഞങ്ങൾക്ക് എത്രത്തോളം അത് ആപ്ലിക്കബിൾ ആണെന്ന് അറിയില്ല, ഇതുവരെ ഞങ്ങൾ അങ്ങനെ ക്ലാസ് എടുത്തിട്ടില്ല. കുട്ടികൾ എല്ലാവരും ഞങ്ങൾ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് കൂടുതൽ റീപ്ലൈ ചെയ്യണമെങ്കിൽ തമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തിടാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഹെഡിങ് കൊടുക്കുക. ബ്ലഡ് ബാങ്ക് എന്ന് ഹെഡിങ് കൊടുക്കുക. താഴെ എഴുതാം സ്റ്റഡി ഓഫ് ബ്ലഡ്, ഹെമറ്റോളജി. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റഡി ഓഫ് ബ്ലഡ് ഈസ് കോൾഡ് ഡാഷ്. ഹെമറ്റോളജി, HEMATOLOGY, ഹെമറ്റോളജി. ഓക്കെ, സ്റ്റഡി ഓഫ് ബ്ലഡ്, ഹെമറ്റോളജി. നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഓർത്ത് വെക്കണം. ബ്ലഡ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന, കളക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഇത്. ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി എമർജൻസി ആയിട്ട് ബ്ലഡ് വേണ്ടി വരും. അപ്പൊ നമുക്ക് ബ്ലഡിന് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ബ്ലഡ് ബാങ്കിൽ നിന്ന് അവർക്ക് മാച്ച് ആവുന്ന ഗ്രൂപ്പ് ഏതാണോ അതനുസരിച്ച് നമുക്ക് ബ്ലഡ് അവിടെ നിന്ന് തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു പേഷ്യന്റിന്റെ അതൊക്കെ ഡീറ്റെയിൽ വരുന്നുണ്ട്. ഒരാളുടെ എന്താ പറയാ, അവർക്ക് ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ് ഈ ബ്ലഡ് സർവീസ് ആണ് ബ്ലഡ് ബാങ്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്ലഡ് ബാങ്ക് എന്താ? ഈസ് ദ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ ലബോറട്ടറി where we store the blood. ഇത് ഹോസ്പിറ്റൽ ലബോറട്ടറിയുടെ ഭാഗമാണ്. അവിടെ ബ്ലഡ് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. അത് വെറുതെ സ്റ്റോർ ചെയ്യല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? ആൻഡ് ടു ഡു പ്രോപ്പർ ടെസ്റ്റിംഗ് ഓഫ് ബ്ലഡ്. പ്രോപ്പർ ആയിട്ട് ഓരോ ഗ്രൂപ്പുകള് ഇതൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുള്ളതാണ്. ഓരോ ബ്ലഡ് ഗ്രൂപ്പും അതിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഒരു ടേബിൾ ആയിട്ട് തന്നെയൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. നമുക്ക് പതുക്കെ ഓരോന്നും കവർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞത്, അപ്പൊ നമ്മൾ ബ്ലഡ് ബാങ്കില് നമ്മൾ ബ്ലഡ് സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് ഡു പ്രോപ്പർ ടെസ്റ്റിംഗ്. ഓരോ ഗ്രൂപ്പും പ്രോപ്പർ ആയിട്ട് ടെസ്റ്റ്. ഏത് ഗ്രൂപ്പാണ്, അതിന്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഓരോ ഗ്രൂപ്പിനും ഉണ്ടല്ലോ എ പോസിറ്റീവ് എ നെഗറ്റീവ്, ഒ പോസിറ്റീവ് ഒ നെഗറ്റീവ്. അങ്ങനെ ബ്ലഡിലെ 4 ഗ്രൂപ്പ്, പ്രധാനപ്പെട്ട 4 ഗ്രൂപ്പുകൾ. ആ 4 ഗ്രൂപ്പുകൾക്കും അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, RH ഫാക്ടർ ഉണ്ട്. അപ്പൊ അത് അനുസരിച്ച് പ്രോപ്പർ ആയിട്ട് ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്? ടു അവോയ്ഡ് ദ റിസ്ക് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് പ്രോബ്ലം. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൊടുക്കുന്നതിനാണ്. ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, അതാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്.
ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് കൊടുക്കുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ റിസ്കുകൾ, ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഹോസ്പിറ്റൽ ലബോറട്ടറിയുടെ ഭാഗമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ ഡെഫിനിഷനും കൂടി ഒന്ന് എഴുതാം അതിന്റെ ഒപ്പം. ബ്ലഡ് ബാങ്ക് നിങ്ങൾക്ക് ഫസ്റ്റ് പാരഗ്രാഫ് ഒരു ലെങ്തി ആയിട്ട് തന്നേക്കുന്നേ, അപ്പൊ അതുകൊണ്ട് ഷോർട്ട് ആയിട്ട് ഒരു ചെറിയ ഒറ്റ സെന്റൻസിൽ നമുക്ക് ഒരു ഡെഫിനിഷൻ ഒന്ന് എഴുതാം. ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്ക് ഈസ് എ part of part of hospital laboratory. Hospital laboratory, 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 where we store, STORE, where we store the blood, and do proper testing of blood, to avoid AVOID, to avoid the risk of transfusion, TRANSFUSION, transfusion related problems. അതോടെ ഞാൻ റീഡ് ചെയ്യാം. ബ്ലഡ് ബാങ്ക് ഈസ് എ part of hospital laboratory where we store the blood and do proper testing of blood to avoid the risk of transfusion related problem. ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഹോസ്പിറ്റൽ ലബോറട്ടറിയുടെ ഒരു ഭാഗമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡെഫിനിഷൻ ക്ലിയർ ആണോ? ഓക്കെ അപ്പൊ അതാണ് ബ്ലഡ് ബാങ്ക്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയ ഇൻട്രൊഡക്ഷനിലേക്ക് നമുക്കൊന്ന് വരാം. ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. The term blood bank generally refers to the department of hospital, usually within a clinical pathology. Pathology എന്ന് പറഞ്ഞാൽ is the study of disease. അവിടെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പാത്തോളജി എന്ന് പറയുന്ന സ്റ്റഡി ഓഫ് ഡിസീസുകളെ കുറിച്ചുള്ള പഠനം, രോഗങ്ങളെ കുറിച്ചുള്ള പഠനം ആണ് പാത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, within a clinical pathology laboratory where the storage of blood products, അവിടെ blood products store ചെയ്ത് വെക്കുകയാണ്, take place, and where pre-transfusion and blood compatibility എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നോട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുന്നില്ലേ? സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്നത് കാണുന്നില്ലേ? കാണാൻ പറ്റും മാഡം. ഓക്കെ, ഉണ്ട്. ചിലർക്കടെ ഈ നെറ്റിന്റെ വല്ല പ്രശ്നമൊക്കെ ആയിരിക്കും കേട്ടോ. മിക്കവർക്കും കാണുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നോക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ പറഞ്ഞത്? പ്ലേസ് ആൻഡ് where pre-transfusion and blood compatibility testing is executed. അനുയോജ്യമായിട്ട് ടെസ്റ്റിംഗ് ചെയ്ത് പ്രീ ട്രാൻസ്ഫ്യൂഷന് മുന്നേ അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിംഗ് ഒക്കെ നടത്തി ഈ ബ്ലഡ് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ക്ലിനിക്കൽ പതോളജി ലാബോറട്ടറിയുടെ ഒരു ഭാഗം, അതിന്റെ ഉള്ളിൽ വരുന്ന ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എഴുതിയത് തന്നെ ഡെഫിനിഷൻ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അതിൽ ക്ലിയർ ആണ്. ഒന്നുകൂടി നോക്കാം. ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈസ് ജനറലി റെഫേഴ്സ് ടു എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏതിന്റെ കീഴിൽ വരുന്ന? യൂഷ്വലി വിത്തിൻ എ ക്ലിനിക്കൽ പതോളജി ലബോറട്ടറിയുടെ കീഴിൽ വരുന്നത്. where the storage of blood products take place. അവിടെ ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നു. എങ്ങനെയാ? And
where pre-transfusion and blood compatibility testing is executed. അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിംഗ് നടത്തി പ്രീ ട്രാൻസ്ഫ്യൂഷന് മുന്നേ അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിംഗ് നടത്തി പ്രോപ്പർ ആയിട്ട് ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക്. ഇത് നോക്കിയേ, ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ദ ടാസ്ക് റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ. എന്തൊക്കെ ടാസ്കുകൾ അവിടെ വരുന്നത്? ബ്ലഡ് കളക്ഷൻ, ബ്ലഡ് കളക്ട് ചെയ്യുന്നു. പ്രോസസിങ്, അത് ഓരോ ടെസ്റ്റിങ്ങുകളും പ്രോസസ്സുകളൊക്കെ ചെയ്യുന്നു. പ്രോസസിങ്, നെക്സ്റ്റ് ടെസ്റ്റിംഗ്, ഓരോ ടെസ്റ്റുകൾ നടത്തുന്നു. സെപ്പറേഷൻ, നമ്മൾ പറഞ്ഞല്ലോ ബ്ലഡ് സെപ്പറേറ്റ് ചെയ്യും. സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിൽ ഇട്ടിട്ട് ബ്ലഡിലെ ഓരോ കമ്പോണൻസും ബ്ലഡ് സെപ്പറേറ്റ് ചെയ്ത് അതിലെ ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ആൻഡ് സ്റ്റോറേജ്, എന്നിട്ട് ബ്ലഡ് സ്റ്റോർ ചെയ്യുന്നു. ഇത്രയും ടാസ്കുകളാണ് ശരിക്കും ബ്ലഡ് ബാങ്കിൽ നടക്കുന്നത്. ഏതൊക്കെയാ? ബ്ലഡ് കളക്ഷൻ, processing, testing, separation, and storage. Okay, blood banking involves the tasks related to blood collection, processing, testing, separation, and storage. WHO, World Health Organization. നിങ്ങൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയോ? ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ പഠിച്ചായിരുന്നോ? യെസ് മാം. ഓക്കെ, അതിൽ നമ്മൾ പഠിച്ചില്ലേ? WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. എക്സ്പാൻഡഡ് ഫോം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സ്പാൻഡഡ് ഫോം. ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് കേട്ടോ. ഏതെങ്കിലും ഇതിൽ നിന്ന് ഒരു എക്സ്പാൻഡഡ് ഫോം ചോദിക്കും. ഫസ്റ്റത്തെ എക്സ്പാൻഡഡ് ഫോം ആണ് നമ്മൾ പഠിക്കുമ്പോൾ ഓരോന്നും അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോകണം കേട്ടോ. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഡെവലപ്പ് എ ഗ്ലോബൽ അപ്രോച്ച് ബ്ലഡ് സേഫ്റ്റി ടു കർടെയിൽ. കർടെയിൽ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, കുറയ്ക്കുക. And the burden of disease due to unsafe blood transfusion. Unsafe ആയിട്ടുള്ള, സേഫ് അല്ലാത്ത, സുരക്ഷിത ചില ഗ്രൂപ്പുകളോട് മാച്ച് അല്ല. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ, അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് WHO ഒരു ഗ്ലോബൽ അപ്രോച്ച് ബ്ലഡ് സേഫ്റ്റിനെ കുറിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. WHO developed a global approach blood safety to curtail the burden of disease due to unsafe blood transfusion. Unsafe ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത് മൂലം അതിന്റെ പ്രശ്നങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങള് കർട്ടൈൽ ചെയ്യാൻ, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് WHO ഒരു ഗ്ലോബൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആവറേജ് പേഴ്സൺ ക്യാരീസ് ഓൾമോസ്റ്റ്, നമ്മൾ പറഞ്ഞല്ലോ എത്ര ലിറ്റർ ബ്ലഡ് ഉള്ളത് നമ്മുടെ ബോഡിയിൽ? ആവറേജ് പേഴ്സൺ ക്യാരീസ് 5 ലിറ്റർ. 5 ലിറ്റർ ബ്ലഡ് നമുക്കുള്ളത്. ആവറേജ് പേഴ്സൺ ക്യാരീസ് ഓൾമോസ്റ്റ് 5 liters ഓഫ് ബ്ലഡ്. ഇറ്റ് സർക്കുലേറ്റ് ദ ബോഡി. അത് ബോഡി കൂടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. ത്രൂ ദ ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിൽ കൂടെ, രക്തക്കുഴലുകളിലൂടെ ഈ 5 liters ഓഫ് ബ്ലഡ് ഇങ്ങനെ എപ്പോഴും സർക്കുലേറ്റ് ചെയ്തിരിക്കും. ആൻഡ് ഈസ് പമ്പ്ഡ് ത്രൂ ദ ഹാർട്ട്. ആരാ ബ്ലഡ് പമ്പ് ചെയ്യുന്ന പമ്പിങ് ഓർഗൻ ഏതാ? ഹാർട്ട്. ഹാർട്ടാണ് ബ്ലഡ് ചെയ്യുന്ന പമ്പിങ് ഓർഗൻ എന്ന് പറയുന്നത്. അപ്പൊ ഹാർട്ട് ഇങ്ങനെ ബ്ലഡ് പമ്പ് ചെയ്ത് രക്തക്കുഴലുകളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും ഈ ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്യും. ഓക്കെ, സർക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കും. ബ്ലഡ് സർക്കുലേഷൻ നടക്കും. An average person carries almost 5 liters of blood. 5 ലിറ്റർ ബ്ലഡ് ഉള്ളത്. It is circulates the body through blood vessel and is pumped through the heart. പമ്പ് ചെയ്യുന്ന ബ്ലഡ് ഇങ്ങനെ ബ്ലഡ് വെസൽസിൽ കൂടെ ബോഡി കൂടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബ്ലഡ് സർക്കുലേഷൻ. അപ്പൊ അവിടെ നിങ്ങൾ ഒന്ന് എഴുതി വെച്ച് ആ ട്രാൻസ്ഫ്യൂഷൻ എന്താന്ന് എഴുതിക്കോട്ടോ. ട്രാൻസ്ഫ്യൂഷൻ, TRANS FUSION, ട്രാൻസ്ഫ്യൂഷൻ. ട്രാൻസ്ഫ്യൂഷൻ താഴെ എഴുതാം. പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് blood from one person to another. The process of transferring blood from one person to another.
ദാറ്റ് ഈസ് ട്രാൻസ്ഫ്യൂഷൻ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഒരു കാര്യം കോമൺ ആയിട്ട് ഞാനൊന്ന് പറയാം. ചിലർക്ക് നമ്മുടെ സയൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇതിപ്പോ +2 ഒക്കെ കഴിഞ്ഞ് നമ്മൾ കൊമേഴ്സ് അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ 10th വരെയൊക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. എങ്കിലും ഞാനൊന്ന് കുറെ ഗ്യാപ്പ് ഇട്ടൊക്കെ നമ്മുടെ ക്ലാസ്സിൽ കയറുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി ഒന്ന് ഞാൻ പറയാം. നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞ 4 ചേംബർ ആണ്. ഹ്യൂമൻ ഹാർട്ടിന് 4 അറകളുണ്ട്. 4 അറകൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കൽ, ലെഫ്റ്റ് വെൻട്രിക്കൽ. ഇത് എക്സാമിന് ഒന്നും ചോദിക്കുന്നതല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ആ സർക്കുലേഷൻ ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒരു ഭാഗം പഠിക്കുമ്പോൾ അതുമായിട്ട് ക്ലിയർ ചെയ്ത് പോകണമല്ലോ. അതുകൊണ്ട് അപ്പൊ നമ്മുടെ ഹൃദയത്തിന് 4 ചേംബർ, 4 അറകളാണുള്ളത്. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കൽ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കൽ. അപ്പൊ നമ്മുടെ ഈ ശരീരത്തിലുള്ള പല ബോഡിയിലുള്ള ബ്ലഡ്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അശുദ്ധ രക്തം, അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ള ബ്ലഡ്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതൽ അടങ്ങിയിട്ടുള്ള അശുദ്ധ രക്തം ഈ ഹൃദയത്തിലേക്ക് വെയിൻസ്, സിരകളാണ് കൊണ്ടുവരുന്നത്. വെയിൻ, VEIN, വെയിൻസ്, സിരകള് ഹൃദയത്തിലേക്ക് കൊണ്ടുവരും. അത് ഹൃദയത്തിന്റെ റൈറ്റ് ഏട്രിയം, ഒരു വലത് ഏട്രിയത്തിലേക്ക് എത്തും. അവിടെ നിന്ന് റൈറ്റ് ഏട്രിയത്തിൽ ഫസ്റ്റ് എത്തും. അവിടെ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തിയിട്ട് അത് നേരെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ള ബ്ലഡ് ആണ് കേട്ടോ, അശുദ്ധ രക്തം, നേരെ ലങ്സിലേക്ക് വരും. അപ്പോൾ ലങ്സ് അവിടെ ഒരു എക്സ്ചേഞ്ച് നടത്തും. ലങ്സ് എന്ത് ചെയ്യുമെന്ന് അറിയോ? ഈ ലങ്സ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തിട്ട് ഓക്സിജനെ തരും. അപ്പൊ ബ്ലഡ് എന്തായി? പ്യുവർ ബ്ലഡ് ആയി, ഓക്സിജൻ റിച്ച് ബ്ലഡ് ആയി, ഓക്സിജന്റെ അളവ് കൂടുതലുള്ള ബ്ലഡ് ആയി. അപ്പൊ ലങ്സിന് ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് അവിടെ നടക്കും. അപ്പൊ ലങ്സ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള എടുത്തിട്ട് അവിടെ ഓക്സിജനെ തരും. അപ്പൊ ബ്ലഡ് എന്തായി? ഓക്സിജനേറ്റഡ് ആയി. ഇത് നെക്സ്റ്റ് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വന്ന് അവിടെ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കലിലേക്ക് വന്നിട്ടാണ് അത് മഹാധമനി എന്ന് പറയും, ലാർജസ്റ്റ് ആർട്ടറി. അത് നമ്മുടെ മഹാധമനിയിലേക്ക് വന്നിട്ട് അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തുന്നത്. ഇതാണ് ശരിക്കും ആ ഒരു സർക്കുലേഷൻ എന്ന് പറഞ്ഞ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇത് എക്സാമ്പിൾ ചോദിക്കുന്നതല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ അങ്ങനെ ബ്ലഡ് ലങ്സിൽ എക്സ്ചേഞ്ച് നടന്നിട്ട് ലങ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ തരുന്നു. അപ്പൊ ബ്ലഡ് ഓക്സിജനേറ്റഡ് ആവുന്നു, ശുദ്ധ രക്തമാവുന്നു. അത് ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്ന് ലെഫ്റ്റ് വെൻട്രിക്കലിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് നേരെ മഹാധമനി വഴി, അയോർട്ട മഹാധമനി വഴിയിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ വിവിധ ഭാഗങ്ങളിലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രക്തം, അശുദ്ധ രക്തം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് വെയിനാണ്. VEIN, വെയിൻ, സിരകളും. ഈ നമ്മുടെ ശുദ്ധരക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അത് ധമനികള്, ആർട്ടറിയാണ്. ARTERY, ആർട്ടറി, ആർട്ടറീസ് ആണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ശുദ്ധരക്തം എത്തിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇങ്ങനെ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ 5 ലിറ്ററോളം ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പഠിച്ചോരൊന്ന് ഓർമ്മപ്പെടുത്താനും പഠിക്കാത്തവർക്കൊന്നും എന്താ സർക്കുലേഷൻ എന്നൊന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു ചെറിയ പ്രോസസ്സ് പറഞ്ഞു തന്നോളൂ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ബ്ലഡ് ബാങ്ക് എന്താന്ന് പറഞ്ഞു. അപ്പം ബ്ലഡ് ബാങ്ക് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് WHO പറഞ്ഞു, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അത് പഠിക്കണം. പിന്നെ നെക്സ്റ്റ് പറഞ്ഞ ട്രാൻസ്ഫ്യൂഷൻ എന്താണ്? പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, അതാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 5 ലിറ്ററോളം ബ്ലഡ് നമ്മുടെ ബോഡി കൂടെ ഇങ്ങനെ എപ്പോഴും സർക്കുലേറ്റ് ചെയ്യുന്നു. ബ്ലഡ് പമ്പ് ചെയ്യുന്ന പമ്പിങ് ഓർഗൻ ഏതാ? ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പഠിച്ച ബ്ലഡിനെ കുറിച്ചുള്ള പഠനം എന്താ പറഞ്ഞത്? സ്റ്റഡി ഓഫ് ബ്ലഡ് ഈസ് കോൾഡ് ഹെമറ്റോളജി. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷനിൽ ഇത്രയും കാര്യങ്ങളാ വരുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ്. ഞാൻ ഒന്ന് ഇവിടെ ഓൾ മ്യൂട്ട് ചെയ്യുകയാണെ, അത് കഴിഞ്ഞിട്ട് ഈ ഫങ്ഷൻസ് പറഞ്ഞിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ,
നോക്കിയേ, വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് മെയിൻ ഫങ്ഷൻസ്. ഇത് എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, വിച്ച് വൺ ഈസ് നോട്ട് എമംഗ് ദ ഫങ്ഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷനിന് ഉൾപ്പെടാത്തത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അങ്ങനെ രണ്ട് ഓപ്ഷനായിട്ട് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ ഫങ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്ന് ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്. ഇവിടെ രണ്ട് ഓപ്ഷനായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതിൽ നിന്ന്. ഓക്കെ, പ്രീവിയസ് ഇയറിൽ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സെയിം ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഫങ്ഷൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫങ്ഷൻസ് എല്ലാം പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചു വെക്കണം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് ഏതാന്ന് ചോദിച്ചാലും ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാന്ന് ചോദിച്ചാലും നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കാം. ദ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ് ആർ. ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് പറയുന്നത്. ഫസ്റ്റ് നോക്കിയേ, സിഫ്റ്റ്. സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, റാപ്പിഡ്, പെട്ടെന്ന്. പെട്ടെന്ന് എന്നുള്ള മീനിങ് സിഫ്റ്റ് എന്ന് പറയുന്നത്, റാപ്പിഡ്. Swift respond to urgent request for blood components. ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ടുള്ള അതിന്റെ റിക്വസ്റ്റ്, അർജന്റ് റിക്വസ്റ്റ് അനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നു. നമുക്കിപ്പോ ഒരു എമർജൻസി, ഒരാൾ ആക്സിഡന്റ് ആയിട്ട് വന്നു, എമർജൻസി ആയിട്ട് ബ്ലഡ് വേണം, നമ്മൾ ബ്ലഡ് ബാങ്കിൽ ചെന്നിട്ട് അയാളുടെ ഗ്രൂപ്പ് പറഞ്ഞ് അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്യും. എങ്കിൽ പോലും നമ്മൾ അതിന്റെ അർജന്റ് റിക്വസ്റ്റ് അനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നു. അതിപ്പോ ഇന്നിപ്പോ ഒരു ഗ്രൂപ്പ് എ പോസിറ്റീവ് ഗ്രൂപ്പ് ആവശ്യമായി വന്നാൽ അവർ പറയും ഓക്കെ അടുത്ത ആഴ്ച തരാമെന്നാണ് പറയുന്നേ, അല്ലെങ്കിൽ ഓക്കെ വൈകുന്നേരം ആവട്ടെ, നാളത്തേക്ക് ആവട്ടെ എന്നല്ല പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ അർജന്റ് റിക്വസ്റ്റ് അനുസരിച്ചിട്ട് തന്നെ സ്വിഫ്റ്റ് എന്ന് ഓർത്ത് വെക്കണം, പെട്ടെന്ന് അതിനോട് റെസ്പോണ്ട് ചെയ്യും. അതായത് ഇപ്പൊ ആവശ്യമാണെങ്കിൽ അപ്പൊ തന്നെ ബ്ലഡ് ഓക്കെയാണ്, അവിടെ എല്ലാ ഗ്രൂപ്പ് ഓഫ് ബ്ലഡ്സും അവിടെ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അർജന്റ് റിക്വസ്റ്റ് അനുസരിച്ച് ബ്ലഡ് കമ്പോണൻസ് അതിനോട് റെസ്പോണ്ട് ചെയ്യുക. അതാണ് ഫസ്റ്റത്തെ ഫംഗ്ഷൻ. Swift response to urgent request for blood components. ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ടുള്ള അതിന്റെ റിക്വസ്റ്റ്, അർജന്റ് റിക്വസ്റ്റ് അനുസരിച്ച് തന്നെ ബ്ലഡ് കമ്പോണൻസ് എത്തിച്ചു കൊടുക്കുക, അതിനോട് റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ആവശ്യമാണെങ്കിൽ അപ്പം തന്നെ ഉടനടി നമ്മൾ അത് അവൈലബിൾ ആക്കുക. ഓക്കെ, അങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. സ്വിഫ്റ്റ് റെസ്പോണ്ട് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. നോക്കിയേ രണ്ടാമത്തെ, വാലിഡേറ്റിംഗ്. വാലിഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മീനിങ് ചെക്കിങ്, ചെക്ക് ചെയ്യുക. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്റ്റ്. ഓക്കെ, വാലിഡേറ്റിംഗ്, ചെക്ക് ചെയ്യുക. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിള്, ട്രാൻസ്ഫ്യൂഷന് മുന്നുള്ള സാമ്പിളുകൾ ചെക്ക് ചെയ്യാണ്. ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ആ റിക്വസ്റ്റ് അനുസരിച്ച് ബ്ലഡും ബ്ലഡ് പ്രൊഡക്റ്റും ഒക്കെ റിസർവ് ചെയ്ത് വെക്കുക, സ്റ്റോർ ചെയ്യുക. അങ്ങനെ രണ്ട് കാര്യം അതിനകത്ത് പറയുന്നത്. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ ചെക്ക് ചെയ്യുക, വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ്. പ്രീ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുന്നിലുള്ള സാമ്പിളുകൾ, ബ്ലഡ് സാമ്പിളുകൾ അത് ചെക്ക് ചെയ്യുക. ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. റിക്വസ്റ്റ് അനുസരിച്ച് ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ എന്ത് ചെയ്യുന്നു, അത് റിസർവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ, ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഇവാലുവേഷൻ, അസസിങ്, അസസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ദ ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഡോണർ. ഡോണർ എന്ന് പറഞ്ഞാൽ ആരാ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ഡോണർ, റിസീവ് ചെയ്യുന്ന ആളാണ് പേഷ്യന്റ്. അപ്പൊ ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി, രോഗപ്രതിരോധ ശേഷി മനസ്സിലാക്കുക, ഇവാലുവേറ്റ് ചെയ്യുക. അതായത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ എന്റെ ഗ്രൂപ്പ് ഞാൻ ഡൊണേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്, എന്റെ ഗ്രൂപ്പിൽ മാച്ച് ആയിട്ടുള്ള ആൾക്ക് ആ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ റിസീവ് ചെയ്യുന്ന ആൾക്കുടെ ഗ്രൂപ്പ്, അയാളുടെ ഗ്രൂപ്പും എന്റെ ഗ്രൂപ്പും മാച്ച് ആവണം. സെയിം ഗ്രൂപ്പ്, നമ്മുടെ ആ ഓരോ ഗ്രൂപ്പിനും മാച്ചുള്ള ബ്ലഡ് നമുക്ക് റിസീവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി, രോഗപ്രതിരോധ ശേഷി ഇവാലുവേറ്റ് ചെയ്യുക, അസസ് ചെയ്യുക. ഓക്കെ, തേർഡ് പോയിന്റ്, evaluation of immunological suitability between donor and patient. Next, നോക്കിയേ, choosing of suitable blood components for each clinical condition. എന്താ, choosing of suitable blood components for each clinical condition. എന്താ പറഞ്ഞേക്കുന്നത്, ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിള്, ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള
ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കണം. ബ്ലഡ് കമ്പോണന്റ് സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കണം, ചൂസ് ചെയ്യണം. ഓക്കെ, ചൂസിങ്, സെലക്ടിങ് എന്നുള്ള മീനിങ് ആണ് അവിടെ ചൂസിങ് എന്ന് പറയുന്നത്. ഓർ സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണന്റ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കണം. നെക്സ്റ്റ് നോക്കിയേ, കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡിലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. മറ്റൊരു ഫംഗ്ഷൻ ആണ് ബ്ലഡ് ബാങ്കിന്റെ കോഷൻ ഡെലിവറി. കോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സേഫ് ആയിട്ട്, സുരക്ഷിതമായിട്ട് ഡെലിവറി ചെയ്യണം. ഇതൊക്കെ എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലഡ് കമ്പോണൻസ് ബ്ലഡ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ബ്ലഡ് കമ്പോണൻസ് ഡെലിവറി ചെയ്യുമ്പോഴും, അത് നമ്മൾ വേറെ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പോഴും ഡെലിവറി ചെയ്യുമ്പോഴും അത് ഹാൻഡിൽ ചെയ്യുമ്പോഴും ഒക്കെ സേഫ് ആയിട്ട് ചെയ്യണം. അങ്ങനെ സേഫ് ആയിട്ടുള്ള ഡെലിവറി ഹാൻഡിലിംഗ് ഒക്കെ ചെയ്യുക. കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡിലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്, സേഫ് ആയിട്ട് ഡെലിവറി ഹാൻഡിലിംഗ് ഒക്കെ നടത്തുക. നെക്സ്റ്റ് പോയിന്റ്, ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ്, എത്രത്തോളം ബ്ലഡ് അവിടെ സ്റ്റോക്ക് ഉണ്ട്, ബ്ലഡും അതുപോലെ തന്നെ ബ്ലഡിന്റെ എലമെന്റ്സ് കമ്പോണൻസ് ഒക്കെ എത്രത്തോളം അവിടെ സ്റ്റോക്ക് ഉണ്ടെന്നുള്ള ആ വിവര പട്ടികകളൊന്ന് ചെക്ക് ചെയ്യുക, നോക്കുക. ഓക്കെ, ഇൻവെന്ററി അത് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ എല്ലാ ബ്ലഡ് എപ്പോഴും അവൈലബിൾ ആയിരിക്കണമല്ലോ. അപ്പൊ ഏത് ബ്ലഡ് ഒക്കെയാണ്, ഏത് ഗ്രൂപ്പാണ് കുറവുള്ളത്, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഓൾറെഡി അവിടെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ എന്താ, സ്റ്റോക്ക് മാനേജ്മെന്റ് നമ്മള് ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ സ്റ്റോക്ക് മാനേജ്മെന്റ് ഒക്കെ ഒന്ന് നോക്കുക. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ബ്ലഡ് എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് തരുന്ന സ്ഥാപനമാണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഇപ്പൊ യങ് കുട്ടികളൊക്കെ ചേർന്നിട്ട്, നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന അവര് ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതാണ് ശരിക്കും ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ബ്ലഡ് ബാങ്കിന് ഉണ്ടാവണം. അപ്പൊ അതായത് നമുക്ക് ബ്ലഡ് ബാങ്കിൽ ഏത് ബ്ലഡ് ആണ് കുറവ് വരുന്നത്, അപ്പൊ നമുക്ക് ആ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ അവര് ആ ഗ്രൂപ്പ് ഓഫ് ബ്ലഡ് ഒക്കെ ഇവിടെ കൊണ്ടുവരും. അവര് ബ്ലഡ് കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ളവര് അവരിവിടെ വന്ന് ബ്ലഡ് കൊടുക്കും. അപ്പൊ അങ്ങനെ നമുക്കപ്പൊ ഇവിടെ ബ്ലഡ് ബാങ്കിൽ തീരുന്നതിന്റെ അനുസരിച്ച് അല്ലെങ്കിൽ ഷോർട്ടേജ് വന്നതിന്റെ അനുസരിച്ച് അവരുമായിട്ട് ബ്ലഡ് തരുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് സ്ഥാപനമായിട്ട് കോൺടാക്ട് ചെയ്യണമല്ലോ. അപ്പൊ എപ്പോഴും അവര് തമ്മിൽ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എങ്കിലാണ് അവര് എപ്പോഴും നമുക്ക് ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് അവരെ എന്താ പറയുക കണക്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെ 7 പോയിന്റ്സ് ആയിട്ടാണ് നടന്നേക്കുന്നത്. ഈ പോയിന്റ്സ് എല്ലാം വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയാ, ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻസിനെ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ നിങ്ങൾക്ക് ആ പോയിന്റ്സുകള്? ഓക്കെ ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നസീമ ഒന്ന് 2 പോയിന്റ് വായിക്കോ? ഒന്നുകൂടി അപ്പൊ ഒന്ന് നോക്കി പോകാം നമുക്ക്. നസീമ. പെട്ടെന്ന് റെസ്പോൺസ് ചെയ്ത് ബ്ലഡ് എത്തിക്കണം. ഓക്കെ, ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ ചെക്ക് ചെയ്യണം. റിക്വസ്റ്റ് അനുസരിച്ച് ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ അവിടെ സ്റ്റോർ ചെയ്യണം, പ്രിസർവ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പ്രതിഭ. നെക്സ്റ്റ് ഇപ്പൊ 2 പോയിന്റ് ഒന്ന് വേഗം ഒന്ന് പറഞ്ഞേ. ഇംഗ്ലീഷ് വായിക്കണമെങ്കിൽ അങ്ങനെ വായിക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് മനസ്സിലായത് എത്രത്തോളം മനസ്സിലായി എന്ന് അറിയാൻ വേണ്ടിയാണ്. പ്രതിഭ നെക്സ്റ്റ് 2 പോയിന്റ് ഒന്ന് വായിക്കോ? ഇവാലുവേഷൻ ഓഫ് evaluation of immunological okay, ശരണ്യ ഒന്ന് റീഡ് ചെയ്യോ? ശരണ്യ. ഓക്കെ, വേണ്ട, ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. അപ്പൊ ഒന്നാമത്തെ നമ്മൾ തന്നെ പറഞ്ഞ് സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡ് കമ്പോണൻസ് അർജന്റ് റിക്വസ്റ്റ് അനുസരിച്ച് അതിനോട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക.
പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ ഒക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ റിക്വസ്റ്റ് അനുസരിച്ച് തന്നെ റിസർവ് ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത തേർഡ് പോയിന്റിൽ പറയുന്ന ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ഫോർത്ത് പോയിന്റിൽ ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണന്റ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. ക്ലിനിക്കൽ കണ്ടീഷൻ പരിശോധിച്ച ശേഷമുള്ള നമ്മള് ക്ലിനിക്കൽ കണ്ടീഷൻ നമ്മള് ബ്ലഡ് കമ്പോണന്റ് സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. പിന്നെ കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡിലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ് കോഷൻ സേഫ് ആയിട്ട് ഡെലിവറി ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. പിന്നെ സ്റ്റോക്ക് മാനേജ്മെന്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക, വിവര പട്ടികകൾ ഒക്കെ നിരീക്ഷിക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ പോയിന്റ്സ് ക്ലിയർ അല്ലേ? നാലാമത്തെ ഒന്ന് പറയാമോ? നാലാമത്തെ പോയിന്റ്. ഓക്കെ, ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. അതായത് നമുക്ക് ബ്ലഡ് കമ്പോണന്റ് സാമ്പിള്, ആ സാമ്പിള് പരിശോധിച്ച ശേഷം ഓരോ സാമ്പിളും നമ്മൾ ടെസ്റ്റ് ചെയ്ത് അത് പരിശോധിച്ച ശേഷമുള്ള പിന്നീടുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കണം. ചികിത്സാപരമായിട്ടുള്ള ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിൾ പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് നമ്മൾ വരുന്നത് ലൊക്കേഷൻ ആണ്. ഇത് എക്സാമിൽ ഇതുപോലെ തന്നെ ചോദിക്കാം. ബ്ലഡ് ബാങ്ക് ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ഡാഷ് ഫ്ലോർ അങ്ങനെ ചോദിക്കാം. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇതിന് നോക്കിയേ, ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ ആണ്. എവിടേക്കാണ് ഈ ബ്ലഡ് ബാങ്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഫസ്റ്റ് പറയുന്നത് ഇത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. അപ്പൊ ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് വെക്കാനായിട്ട് ഏറ്റവും അഭികാമ്യം ഏത് ഫ്ലോർ ആണ്? ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ക്ലിയർ അല്ലേ? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. സെക്കൻഡ് നോക്കിയേ, ഈസി വിസിബിലിറ്റി. രണ്ടാമത്തെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ് ആണ് ഈസി വിസിബിലിറ്റി. ഇത് പെട്ടെന്ന് വിസിബിൾ ആയിരിക്കണം എന്ന് നമുക്ക് അന്വേഷിച്ചൊന്ന് കണ്ടുപിടിക്കും. പെട്ടെന്ന് എമർജൻസി ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത്, ബ്ലഡ് ബാങ്കുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ നമ്മൾ അന്വേഷിച്ചൊന്ന് നടന്ന് ഇങ്ങനെ എവിടെയാണെന്ന് ചോദിച്ച് പറഞ്ഞ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവർക്കും കണ്ടുപിടിക്കുന്ന രീതിയിൽ ഈസി വിസിബിൾ ആയിരിക്കണം. സെക്കൻഡ്, ഈസി വിസിബിലിറ്റി. തേർഡ് പോയിന്റ് നോക്കിയേ, ഇൻ നിയർ പ്രോക്സിമേറ്റ്ലി വിത്ത് ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് OT കോംപ്ലക്സ്. OT എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, വെരി ഗുഡ്. ഓപ്പറേഷൻ തിയേറ്റർ, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനോടൊക്കെ ചേർന്നായിരിക്കണം. നിയർ അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞാൽ ക്ലോസ്, അടുത്തായിരിക്കും, ഏറ്റവും അടുത്തായിരിക്കണം. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനോടൊക്കെ ചേർന്നായിരിക്കണം. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ സർജറി സമയത്തൊക്കെ ബ്ലഡ് പെട്ടെന്ന് ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ആ ബ്ലഡ് എത്തിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിന് ബ്ലഡ് പെട്ടെന്ന് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതിനോടൊക്കെ ചേർന്നായിരിക്കണം ഈ ബ്ലഡ് ബാങ്ക് വെക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ലൊക്കേഷൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനോടൊക്കെ ഏറ്റവും അടുത്തായിരിക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇറ്റ് വിൽ ഹാവ് ഡിസ്റ്റിങ്ക്ട് എൻട്രി ആൻഡ് എക്സിറ്റ് വിത്ത് വൈഡ് കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് സ്പേസ് ഇൻ കർട്ടേൽ. കർട്ടേൽ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് എന്ന മീനിങ്, കുറയ്ക്കുക. ട്രാഫിക് കൺജംഷൻ. നോക്കിയേ, ഇറ്റ് വിൽ ഹാവ് ഡിസ്റ്റിങ്ക്ട് എൻട്രി, ഒരു സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് വേണം. ഇതിലേക്ക് നമുക്ക് പ്രവേശിക്കാനും അവിടേക്ക് പോരാനും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് എൻട്രി എക്സിറ്റും വേണം. അല്ല നമ്മൾ കയറുന്ന സ്ഥലത്തേക്ക് കൂടെ തന്നെ ഒരു ഡോർ മാത്രമാക്കിയാൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് സെപ്പറേറ്റ് എൻട്രി എക്സിറ്റും കൊടുക്കണം. വിത്ത് വൈഡ് കോറിഡോർസ്, നല്ല വീതിയുള്ള കോറിഡോർസ് വേണം. വിശാലമായ ഇടനാഴി, വൈഡ് കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് സ്പേസ്. അവിടെ ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യാൻ വരുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് വെയിറ്റിംഗ് സ്പേസ് വേണം. ആൻഡ് വെയിറ്റിംഗ് സ്പേസ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ കർട്ടൈൽ ട്രാഫിക് കൺജംഷൻ, ട്രാഫിക് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം. പിന്നെ അതുകൂടാതെ വൈഡ് കോറിഡോർസ് വേണം. ആൻഡ് വെയിറ്റിംഗ് സ്പേസ്. ഇതൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. ഇറ്റ് വിൽ ഹാവ് ഡിസ്റ്റിങ്ക്ട് എൻട്രി ആൻഡ് എക്സിറ്റ് വിത്ത് വൈഡ് കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് സ്പേസ് ഇൻ കർട്ടൻ ട്രാഫിക് കൺജംഷൻ. ആ ട്രാഫിക് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം, വീതിയുള്ള കോറിഡോർസ് വേണം, ആൻഡ് വെയിറ്റിംഗ് സ്പേസും വേണം. ഇനി നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് ത്രൂ വിത്ത് മിനിമം പബ്ലിക് എൻട്രി. പബ്ലിക് എൻട്രി കുറയ്ക്കണം. പക്ഷെ എല്ലാവർക്കും ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ട ആവശ്യം വന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പേഷ്യസ് ആയിരിക്കണം, നല്ല വിശാലമായിട്ടിരിക്കണം. ത്രൂ വിത്ത് മിനിമം പബ്ലിക് എൻട്രി. പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിരിക്കണം. So that there is no inference the work of the lab technician. ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ, അവിടെ ടെക്നീഷ്യന്മാരുണ്ടാവല്ലോ, ആ ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ നല്ല പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിരിക്കണം. കിട്ടിയ പോയിന്റ്? ഇറ്റ് മസ്റ്റ് ബി എ സ്പേഷ്യസ്, ഇത് വിശാലമായിരിക്കണം. വിത്ത് മിനിമം പബ്ലിക് എൻട്രി. പബ്ലിക് എൻട്രി കുറയ്ക്കണം. ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലേണ്ടവർക്ക് മാത്രം അങ്ങോട്ട് പോയാൽ മതിയല്ലോ. ഇപ്പൊ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഇടയിൽ വെക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവുമ്പോ എന്താ പറയാ, ഭയങ്കര തിരക്കായിരിക്കും അവിടെ. ബട്ട് അപ്പൊ അവർക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്തും. അപ്പൊ അങ്ങനെ വരാത്ത രീതിയിൽ, ലാബ് ടെക്നീഷ്യന്റെ വർക്കിന് ഒരു തടസ്സം ഉണ്ടാക്കാത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് സ്പേഷ്യസ് വിശാലമായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ നോക്കിയാൽ പോയിന്റ്സുകള് ഒന്ന് വേഗം ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. 5 പോയിന്റ് ആയിട്ടാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ, ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ വരുന്നത്. ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ നമ്മൾ പഠിക്കുമ്പോൾ എന്താ പറയുക, ഇപ്പൊ ഇതിനകത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമുക്ക് എന്തായാലും ഓപ്ഷൻ ഉണ്ടാവും. ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എഴുതാവുന്ന കാര്യമുള്ളൂ. പിന്നെ അത് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എന്താ പറയാ, ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് അങ്ങനെ ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം. ബ്ലഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന പോയിന്റ്സ് ഒന്നുകൂടെ പറയാൻ ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കാം. ഫസ്റ്റ് പറഞ്ഞേക്കുന്ന ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഏറ്റവും അഭികാമ്യം ഗ്രൗണ്ട് ഫ്ലോറിൽ വയ്ക്കുന്നതായിരിക്കും ആയിരിക്കണം. രണ്ടാമത്തെ ഈസി വിസിബിലിറ്റി, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ വിസിബിൾ ആയിരിക്കണം. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് കാണുന്ന രീതിയിലായിരിക്കണം ഈസി വിസിബിലിറ്റി. മൂന്നാമത് പറഞ്ഞത് ഇറ്റ് ഈസ് നിയർ പ്രോക്സിമേറ്റ്ലി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നിവയോടൊക്കെ ഏറ്റവും അടുത്തായിരിക്കണം, ഇതിനോടൊക്കെ ചേർന്നായിരിക്കണം. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനോടൊക്കെ ചേർന്നായിരിക്കണം. പിന്നെ അടുത്ത ഫോർത്ത് പോയിന്റ് പറയുന്നത് പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം. അതിലേക്ക് കടക്കാനും ഇറങ്ങാനും ഒക്കെ എൻട്രി എക്സിറ്റ് വേണം. പിന്നെ വൈഡ് കോറിഡോർസ്, വിശാലമായ ഇടനാഴികൾ വേണം. ആൻഡ് വെയിറ്റിംഗ് സ്പേസ്, വെയിറ്റ് ചെയ്യാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകൾക്കും അതുമായിട്ട് അവിടെ ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഇരിക്കാൻ വെയിറ്റിംഗ് സ്പേസും വേണം. ഇനി കർട്ടൻ, ഇത് എന്തിനാ? കർട്ടൻ ട്രാഫിക് കൺജഷൻ കുറയ്ക്കാൻ, ട്രാഫിക് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം, വൈഡ് കോറിഡോർസ് വേണം, ആൻഡ് വെയിറ്റിംഗ് സ്പേസ് വേണം. ഇനി ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് ഇത് എങ്ങനെയായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ്, വിശാലമായിരിക്കണം. വിത്ത് മിനിമം പബ്ലിക് എൻട്രി, വിശാലമായിരിക്കണം, പബ്ലിക് എൻട്രി കുറയ്ക്കണം. എല്ലാവർക്കും അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിരിക്കണം. സോ ദാറ്റ്, എന്തിനു വേണ്ടിയാ പബ്ലിക് എൻട്രി കുറയ്ക്കാൻ പറഞ്ഞേക്കുന്നത്? സോ ദാറ്റ് ദർ ഈസ് നോ ഇൻഫറൻസ് ദ വർക്ക് ഓഫ് ദ ലാബ് ടെക്നീഷ്യൻ. ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിരിക്കണം. ക്ലിയർ ആയോ പോയിന്റ്സുകള്? ഓക്കെ, ഇന്ന് തന്നെ നിങ്ങളൊക്കെ റീഡ് ചെയ്ത് വെക്കണം കേട്ടോ. എല്ലാവരും ഇന്ന് തന്നെ ഇത്രയും ഇതിന്റെ അത്രയും ഒന്ന് റീഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഓർഗാനോഗ്രാം, ഇത് സിമ്പിൾ ആണ്. ഇത് ഡയഗ്രാം ആയിട്ട് തന്നേക്കാണ്. ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള അവരുടെ ആളുകൾ തമ്മിലോ ആ ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള ഒരു റിലേഷൻ കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്.
Organogram is a diagram that shows the structure of an organization. ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ കാണിക്കുന്നതാണ്. അതിനകത്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിഫറെന്റ് പീപ്പിൾ, ഒരു ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉള്ള പല ആളുകൾ തമ്മില്, അല്ലെങ്കിൽ പല ഒരു ഡിപ്പാർട്ട്മെന്റ് തമ്മില്, അവരുടെ ജോബുകൾ തമ്മിലൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ആ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഇതിനകത്ത് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓർഗാനോഗ്രാമിൽ കറക്റ്റ് ഏതാണെന്ന് ചോദിക്കാം എക്സാമില്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഓർഗാനോഗ്രാം പഠിച്ചു വെക്കണം. ഇതിൽ വേറെ ഒന്നുമില്ല, ഇത് ഇതുപോലെ തന്നെ നമ്മൾ നോക്കാം. നമുക്ക് വേറെ എക്സ്ട്രാ ഒന്നും നമുക്ക് പഠിക്കേണ്ട. ഓർഗാനോഗ്രാം ഇതിൽ കറക്റ്റ് ഓർഗാനോഗ്രാമോ ചോദിക്കുള്ളൂ. അപ്പൊ നമ്മൾ അതിന്റെ ഓർഡർ ഒന്ന് നോക്കണം. ഏറ്റവും ടോപ്പില്, ബ്ലഡ് ബാങ്കിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്നത് മെഡിക്കൽ ഡയറക്ടർ ആണ്. ആരാ? മെഡിക്കൽ ഡയറക്ടർ. ഓക്കെ, അതിന്റെ കീഴിൽ വരുന്നതാണ് HOD. HOD എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് HOD, മെഡിക്കൽ ഡയറക്ടർ. അതിന്റെ താഴെ HOD, അതിന്റെ താഴെയാണ് ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞ ക്വാളിറ്റി മാനേജർ ആണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് അത് ക്വാളിറ്റി മാനേജർ ആണ്. അപ്പൊ അതിന്റെ കീഴിൽ വരുന്നതാണ് ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ദാറ്റ് ഈസ് ക്വാളിറ്റി മാനേജർ. ഇപ്പൊ 3 ഓർഡർ കിട്ടിയോ? മെഡിക്കൽ ഡയറക്ടർ, HOD, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് എന്ന് പറയുന്ന ക്വാളിറ്റി മാനേജർ. ഇനി നോക്കി, അതിന്റെ 2 സൈഡിലേക്ക് ബ്രാഞ്ച് വരുന്നുണ്ട്. ഒരെണ്ണത്തിനാണ് BTO. BTO എന്ന് പറഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. BTO ആരാ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. അതിന്റെ താഴെ ടെക്നീഷ്യൻ വരുന്നുണ്ട്. അതിന്റെ താഴെ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ വരുന്നുണ്ട്. ഓക്കെ, BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ഇനി നോക്കിയേ, നെക്സ്റ്റ് സൈഡിൽ നോക്കിയേ, ടെക്നിക്കൽ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ അതിനകത്ത് വരുന്ന മറ്റൊരു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സൂപ്പർവൈസർ ആയിരിക്കും. അതിന്റെ കീഴിൽ വരുന്ന ക്ലർക്കുകൾ വരുന്നുണ്ട്, നേഴ്സ് വരുന്നുണ്ട്, PRO വരുന്നുണ്ട്. ക്ലർക്സ്, നേഴ്സസ്, PRO. ഇവിടെ ചോദിക്കാലോ, ഹു കംസ് അണ്ടർ ടെക്നിക്കൽ സൂപ്പർവൈസർ? ആരൊക്കെയാ ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നത്? ആരൊക്കെയാ? നേഴ്സസ്, PRO. PRO എന്ന് പറഞ്ഞ ആരാ? PRO പബ്ലിക് റിലേഷൻ ഓഫീസർ. PRO കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ PRO എന്ന് എഴുതി വെച്ചേക്കുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസർ. PRO പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് PRO. ക്ലർക്സ്, നേഴ്സസ്, PRO ഒക്കെ ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നതാണ്. ഓർഗാനോഗ്രാം ഒന്നുകൂടി നോക്കിയേ. ഏറ്റവും ടോപ്പില് മെഡിക്കൽ ഡയറക്ടർ, അതിന്റെ തൊട്ട് താഴെ HOD. അതിന്റെ എക്സ്പാൻഡ് ഫോം നോക്കണം കേട്ടോ. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് HOD. അതിന്റെ താഴെ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഈ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജർ ആണ്. ഓക്കെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജർ. അതിനെ 2 ആയിട്ട് വീണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ വരുന്നുണ്ട്. അതിന്റെ താഴെ ടെക്നീഷ്യൻ വരുന്നുണ്ട്. അതിന്റെ താഴെ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ വരുന്നുണ്ട്. ഇനി നോക്കി, ഇപ്പുറ സൈഡില് ടെക്നിക്കൽ സൂപ്പർവൈസർ വരുന്നുണ്ട്, ക്ലർക്സുകൾ വരുന്നുണ്ട്, നേഴ്സസ് വരുന്നുണ്ട്, PRO വരുന്നുണ്ട്. പിന്നെ അതിന് ഈ ഓർഗാനോഗ്രാം അതുപോലെ തന്നെ നമ്മൾ പഠിക്കണം. അപ്പൊ ജസ്റ്റ് അവിടെ ഒന്ന് ഹെഡിങ് കൊടുത്തേ, ഓർഗാനോഗ്രാം. 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 ഓക്കെ, എ ഡയഗ്രാം. ഒരു ഡെഫിനിഷൻ കാണാതെ ഒന്നും പഠിക്കണ്ട കേട്ടോ. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് എല്ലാം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. എങ്കിലും ഇങ്ങനെയുള്ള ചില ടേംസുകൾ വരുമ്പോൾ ഞങ്ങൾ അതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ചെറിയ അതിനൊരു എക്സ്പ്ലനേഷൻ തരുന്നതുള്ളൂ. ഓക്കെ, ഓർഗാനോഗ്രാം. എ ഡയഗ്രാം. DIAGRAM. A diagram that shows the structure. 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 A diagram that shows the structure of an organization. Structure of an organization and relationship between relationships relationships
SHIPS, relationship between the different people, comma, department, 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 and job, JOBS, jobs, at different levels, LEVELS, different levels, within, WITHIN, within that organization, A diagram shows that the structure of an organization and relationship between the different people, comma, department and jobs at different levels within that organization. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആ വർക്കിംഗ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ആളുകൾ തമ്മിലോ ഡിപ്പാർട്ട്മെന്റിൽ തമ്മിലോ അവരുടെ ജോബുകൾ തമ്മിലോ ഒക്കെ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ് ഈ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ ബ്ലഡ് ബാങ്കിന്റെ ഓർഗാനോഗ്രാം ആണ് ഇത് തന്നേക്കുന്നത്. ഇത് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇപ്പൊ നമ്മൾ ഈ ഓർഗാനോഗ്രാം എഴുതിയതിന്റെ താഴേക്ക് ഇന്ന് തന്നെ എല്ലാവരും ആ നോട്ടിലേക്ക് ഇതൊന്ന് വരച്ചു വെക്കുക കേട്ടോ. വലിയ ഭംഗിയിലൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മെഡിക്കൽ ഡയറക്ടർ കൊടുക്കാം. ലാസ്റ്റ് പാരഗ്രാഫ് ഏതാണ്? ലാസ്റ്റ് സെന്റൻസ് ആണോ പറയണ്ടേ? ഓക്കെ. എ ഡയഗ്രാം ഷോസ് ദാറ്റ് ദ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ and relationship between the different people, comma, department and jobs at different levels within that organization, Okay. ഓർഗാനോഗ്രാം. പിന്നെ തന്നെ എല്ലാവരും ഒന്ന് നോട്ടിലേക്ക് ഒന്ന് വരച്ചു വെച്ചോ. വെറുതെ ആരോ മാർക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മെഡിക്കൽ ഡയറക്ടർ, മെഡിക്കൽ HOD, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതിന്റെ താഴെ ക്വാളിറ്റി മാനേജർ, രണ്ട് സൈഡിലേക്ക് ട്രാൻജിറ്റ് വരയ്ക്കുക. BTO, ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ, ഒരു സൈഡില് ടെക്നിക്കൽ സൂപ്പർവൈസർ, ക്ലർക്സ്, നേഴ്സസ്, PRO. ഓക്കെ, ഇത്രയും മതി. ഇപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഇൻട്രൊഡക്ഷനില് നമ്മള് ബ്ലഡ് ബാങ്ക് എന്താണെന്നൊരു ഡെഫിനിഷൻ എഴുതി. അത് ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ടാസ്കുകൾ പറഞ്ഞു. ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ, സ്റ്റോറേജ്, ബ്ലഡ് സ്റ്റോറേജ്, ഇങ്ങനെയുള്ള ടാസ്കുകളാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് മെയിൻ ഫങ്ഷൻസ് പോയിന്റ് ഔട്ട് ചെയ്ത 7 പോയിന്റ് ആയിട്ട് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്തത് പറഞ്ഞത് ഏതാ? ലൊക്കേഷൻ പറഞ്ഞു. എവിടെയൊക്കെ ആയിരിക്കണം, ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സുകൾ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഓർഗാനോഗ്രാം പറഞ്ഞത്, ബ്ലഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത ഓർഗാനോഗ്രാം പറഞ്ഞത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണോ? Yes, ma'am. ഡെഫിനേഷൻ ഒന്നും കൂടി പറയാമോ? ഓക്കെ, പറയാം. ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം. ബ്ലഡ് ബാങ്ക് is a part of hospital laboratory where we store store the blood, where we store the blood and do proper testing of blood, to avoid AVOID ഒഴിവാക്കുക the risk of transfusion related problems. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവരും എന്താ പറയാ ഇന്ന് തന്നെ റീഡ് ചെയ്ത് വെക്കണം. നമ്മൾ ഒരു പുതിയൊരു കോഴ്സിലേക്ക് വന്നേക്കാണ്. അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കുറെ ഗ്യാപ്പ് ഇട്ട് ക്ലാസ്സിൽ കയറിയിട്ട് ഉള്ളവരുണ്ടാവും, അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും, കുട്ടികളുള്ളവരുണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രാരാബ്ദത്തിന്റെ ഇടയിലൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അന്നന്ന് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഇനിയിപ്പോ നമ്മൾ ആ സ്കൂളിലേക്കൊക്കെ വരുന്ന പോലെ അന്നന്ന് എടുക്കുന്ന പോർഷൻസ് അന്ന് തന്നെ നിങ്ങളൊന്ന് റീഡ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുമിച്ച് വരുമ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഞാൻ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ കുറച്ച് ഒരു 4-5 ക്വസ്റ്റ്യൻസ് വീതം എങ്കിലും ഞാൻ ഒരു ടെസ്റ്റ് പേപ്പർ പോലെ ഇടാം. അപ്പൊ നമുക്ക് അത് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ക്ലിയർ ചെയ്ത് തന്നെ പഠിക്കാം.
വളരെ കുറച്ച് നമ്മൾ എടുത്തോളൂ. ബ്ലഡ് ബാങ്ക് എന്താന്ന് പറഞ്ഞു, ഫങ്ഷൻസ് പറഞ്ഞു, ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ പറഞ്ഞു, ലാസ്റ്റ് നമ്മൾ ഓർഗാനോഗ്രാമ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കാം. ഇപ്പൊ തന്നെ എല്ലാവരും റീഡ് ചെയ്യുക. മസ്റ്റ് നമ്മൾ തീരുമാനം എടുക്കുക. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളൊരു പുതിയ കോഴ്സിൽ ചേർന്നാണ്. അപ്പൊ അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാവണം. ഇതുവരേക്കും എല്ലാവർക്കും നല്ല മാർക്കോട് കൂടിയാണ് എല്ലാവരും കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ പാസ്സായിട്ടുള്ളത്. നമ്മളും അതുപോലെ തന്നെ ആയിരിക്കണം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മളോട് തന്നെ ഒരു ആത്മാർത്ഥത കാണിക്കുക. നമ്മൾ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. അപ്പോ അത്രയും കാര്യങ്ങൾ അന്നുള്ളത് തന്നെ ഒന്ന് റീഡ് ചെയ്ത് വെക്കാം. ഓക്കെ, എന്തായാലും ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് എക്സാം ഒക്കെ വളരെ എളുപ്പമായിരിക്കും. നമ്മൾ ഇതൊന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. നമുക്ക് ഓപ്ഷൻസ് നോക്കി ആൻസർ ചെയ്യാം. ഫുള്ള് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടോ പാരഗ്രാഫ് ആയിട്ടോ എസ്സേ ആയിട്ടോ ഒന്നും എക്സാമിന് ചോദിക്കില്ല. ഓൺലി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ റീഡ് ചെയ്യൂലേ? ഷുവർ അല്ലേ? നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാറുണ്ട്. നമുക്ക് അതൊക്കെ പോയാൽ മതി. ഗ്രൂപ്പുകൾ പഠിക്കാറുണ്ട്. ഓരോന്നിനും മാച്ച് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാണെന്നും എല്ലാവരും ഡീറ്റെയിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. രമ്യ എന്നല്ലേ മാമിന്റെ പേര്? താങ്ക് യു മാം. എന്റെ പേര് രമ്യാണ് കേട്ടോ. ഓക്കെ.